നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 3/2/2025 തിങ്കളാഴ്ച, അതായത് കൊല്ലവർഷം 1200 കുംഭം 19 അശ്വതി നക്ഷത്രം വരുന്ന ദിവസം. അത് ശുക്ലപക്ഷ ചതുർത്ഥിയും കൂടിയാണ്. ഈ അശ്വതി നക്ഷത്രം എന്ന് പറയുന്ന ദിവസം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. കുംഭത്തിലെ അശ്വതിയും കുംഭത്തിലെ ഭരണിയും ഒക്കെ വളരെ വിശേഷമുള്ളതാണ്. അശ്വതി നക്ഷത്രത്തില്, അതായത് മേട രാശിയും മേട ലഗ്നവും വരുന്ന മുഹൂർത്തത്തെ മൈത്രേയ മുഹൂർത്തമായിട്ടാണ് കാണുന്നത്. നമ്മൾക്ക് എന്ത് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന്, നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒക്കെയായിട്ട് നമ്മൾ കുടുംബ പരദേവതയോടും ഗണപതി ഭഗവാനോടും രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയോടും പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം നമ്മൾ എഴുതുക. എന്നിട്ട് ഒരു നോട്ടും ഒരു തുട്ടും എടുത്തു വെച്ച് അതിൻ്റെ കൂടെ എന്തെങ്കിലും സുഗന്ധ വസ്തുക്കൾ, അതായത് ഏലക്ക, ഗ്രാമ്പൂ, അതുപോലെ തന്നെ കറുവപ്പട്ട, ഏതെങ്കിലും ഒന്നും കൂടി ചേർത്ത് വച്ചിട്ട് നമുക്ക് എന്ത് കാര്യമാണോ നടത്തേണ്ടത് അല്ലെങ്കിൽ നടന്നു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന അത്യാവശ്യമുള്ള കാര്യം, ഈ മൈത്രേയ മുഹൂർത്ത സമയം എന്ന് പറയുന്നത് രാവിലെ 9:05 AM മുതൽ 10:54 AM വരെയാണ്. ഈ സമയത്തിനുള്ളിൽ കുടുംബ പരദേവതയെയും ഗണപതി ഭഗവാനെയും അതുപോലെ തന്നെ രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിച്ചിട്ട് എഴുതുക. എഴുതിയിട്ട് ഒരു ഒരു നോട്ടും ഒരു ഏലക്കയോ ഒരു ഗ്രാമ്പുവോ എന്തെങ്കിലും എടുത്ത് പൊതിഞ്ഞ് അത് ആ കാര്യം നടന്നു കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു വയ്ക്കുക. അനിഴ നക്ഷത്രത്തിലും അശ്വതി നക്ഷത്രത്തിലുമാണ് നമ്മളിങ്ങനെ മൈത്രേയ മുഹൂർത്തമായി കണ്ടിട്ട് ഇത് എഴുതി വെക്കാറ്. മേടൻ രാശിയും മേട ലഗ്നവും വരുന്ന അശ്വതി നക്ഷത്രത്തിലും വൃശ്ചിക രാശിയിൽ, അതായത് അനിഴ നക്ഷത്രം വൃശ്ചിക ലഗ്നം വരുന്ന സമയത്തുമാണ് നമ്മൾ മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്ന ഒരു പ്രത്യേക മുഹൂർത്തമായിട്ട് കാണുന്നത്. മാർച്ച് മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തമാണ് 3-ാം തീയതി. അന്ന് അശ്വതിയാണ്. ഭയങ്കര വിശേഷമുള്ള ദിവസമാണ്. ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ്. അതുപോലെ തന്നെ ഗണപതി ഭഗവാനും അശ്വതി മുഖമൂലമൊക്കെ ഗണപതി ഭഗവാനും പ്രാധാന്യമുള്ള ദിവസമാണ്. പിന്നെ കുടുംബ പരദേവതയാണ് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും തരുന്നത്. അപ്പോൾ ആ പരദേവതയെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യം എഴുതി വയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ ദിവസം ചന്ദ്രോദയം വരുന്ന 9:05 AM ആ 9:05 AM ചന്ദ്രൻ ഉദിച്ചു വരുന്ന ആ സമയത്ത് തന്നെ തിങ്കളാഴ്ച ചന്ദ്രന്റെ ദിവസമാണ്. അപ്പൊ പ്രാധാന്യമുള്ള ആ ദിവസം തന്നെ, ആ സമയം തന്നെ 9:05 AM കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ എഴുതാൻ തുടങ്ങിയാൽ ആവശ്യം എഴുതി വെക്കുന്നത് വളരെ നല്ലതാണ്. ഉദയം വന്നിട്ട് 6:41 AM അസ്തമനമാണെങ്കിൽ 6:32 PM പിന്നെ രാഹുകാലം 8:10 മുതൽ 9:39 AM വരെയാണ്. 8:10 AM രാഹുകാലം തുടങ്ങി 9:39 AM വരെയാണ്. അപ്പം നമ്മൾ മൈത്രേയ മുഹൂർത്തത്തിൽ കാര്യം എഴുതുമ്പോൾ രാഹുകാലത്ത് എഴുതി എന്ന് വെച്ച് വിഷമിക്കുകയൊന്നും വേണ്ട. പിന്നെ 9:39 ശേഷം 10:54 വരെയുള്ള സമയത്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. രാഹുകാലവും ഗുളികകാലവും യമകണ്ഠകാലവും ഒക്കെ ശുഭകാര്യങ്ങൾ എഴുതുന്നതിനും പറയുന്നതിനൊക്കെ വർജിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഗുളികകാലം വരുന്നത് 2:05 മുതൽ 3:34 വരെയാണ്. അപ്പം ആ സമയം നോക്കിയത് മൈത്രേയ മുഹൂർത്തമായ ഒരു ബന്ധവുമില്ല. യമകണ്ഠകാലം വരുന്നത് 11:08 മുതൽ 12:36 വരെയാണ്. അതും ഈ മൈത്രേയ മുഹൂർത്തമായിട്ട് ബന്ധമൊന്നുമില്ല. അഭിജിത്ത് മുഹൂർത്തമാണെങ്കിൽ 12:12 PM മുതൽ 12:34 PM വരെയും 12:38 PM മുതൽ 1 മണി വരെയുമാണ്. അപ്പം അതുകൊണ്ട് ഈ സമയത്തൊക്കെ മൈത്രേയ മുഹൂർത്ത സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യുക. രാഹുകാലവും യമകണ്ഠകാലവും ഗുളികകാലവും നമ്മൾ പുതുകാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വർജിക്കുക. പിന്നെ അഭിജിത്ത് മുഹൂർത്തം ഏറ്റവും ശുഭമായ മുഹൂർത്തമാണ്. തിങ്കളാഴ്ച എല്ലാം ശുഭകാര്യങ്ങളും ചെയ്യാൻ നല്ല ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ ദിവസത്തെ രാശിഫലമൊന്ന് നമുക്ക് നോക്കാം. സൂര്യൻ കുംഭൻ രാശിയിൽ തന്നെ നിൽക്കുന്നു. ചന്ദ്രൻ അന്ന് നിൽക്കുന്നത് മേടൻ രാശിയിലാണ്. അതുപോലെ ചൊവ്വ നിൽക്കുന്നത് മിഥുനൻ രാശിയിലാണ്. ബുധൻ നിൽക്കുന്നത് മീനൻ രാശിയിലാണ്. വ്യാഴം നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ്. ശുക്രൻ നിൽക്കുന്നത് മീനൻ രാശിയിലാണ്. പിന്നെ ശനി നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ്.
പിന്നെ രാഹുവും കേതുവും, രാഹു മീനത്തിലും കേതു കന്നിയിലുമായിട്ടാണ് തുടരുന്നത്. അപ്പൊ ഈ ഒരു രാശിചക്രത്തിന്റെ അവസ്ഥ വച്ചിട്ട് നമുക്ക് ഈ 12 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഈ മാർച്ച് 3-ാം തീയതി അശ്വതി നാളിൽ മൈത്രേയ മുഹൂർത്തത്തിന്റെ ദിവസം, വളരെ പ്രാധാന്യമുള്ള ദിവസം, ഈ തിങ്കളാഴ്ച എല്ലാ 27 നക്ഷത്രക്കാർക്ക്, അതായത് 12 രാശിക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. മൈത്രേയ മുഹൂർത്ത സമയത്ത് ഗണപതി ഭഗവാനെയും അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിയെയും പിന്നെ പരദേവതയെയും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അത് എപ്പോഴും ചെയ്യുന്നത് വളരെ നല്ലത് തന്നെയാണ്. ഇനി ഓരോ രാശിക്കാരുടെയും ഗുണഫലങ്ങൾ നമുക്കൊന്ന് നോക്കാം. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് യാത്രാക്ലേശമൊക്കെ അനുഭവിക്കേണ്ടി വരുന്ന ദിവസമാണ്. ചിലപ്പോൾ സുഹൃത്തുക്കളുമായിട്ടോ വീട്ടിലുള്ളവരുമായിട്ടോ ഒക്കെ ചിലപ്പോൾ ഒരു അഭിപ്രായ വ്യത്യാസം വരാനുള്ള സാഹചര്യം ഉണ്ടാവാം. പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്നതായതുകൊണ്ട് ദേഷ്യമൊക്കെ നിയന്ത്രിച്ച് പ്രവർത്തിക്കുന്നതിന് ശ്രമിക്കണം. വിവാഹ സംബന്ധമായ കാര്യങ്ങളിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. എന്നാൽ സാമ്പത്തികം കിട്ടാനുള്ള പൈസയൊക്കെ കിട്ടാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരും. ഉന്നത പരീക്ഷകളിലൊക്കെ നന്നായി ശോഭിച്ച് പരീക്ഷ നന്നായി എഴുതുവാനായിട്ട് സാധിക്കും. വസ്ത്രലാഭവും എന്തെങ്കിലുമൊക്കെ നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുവാനുള്ള ഒരു തുടക്കം കുറിക്കാനായിട്ട് സാധിക്കും. പിന്നെ ശ്രീ സൂക്ത പുഷ്പാഞ്ജലി ദേവീക്ഷേത്രത്തിൽ ചെയ്യുന്നത്, സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീർ അഭിഷേകം കഴിക്കുന്നത്, ദേവി മാഹാത്മ്യത്തിൽ നാരായണി സ്തുതി ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ഗണപതിക്ക് കഴിയുമെങ്കിൽ ഒരു ഒറ്റപ്പം നേദിക്കുന്നതും, കാരണം ചതുർത്ഥിയും കൂടി ആയതുകൊണ്ട് ഗണപതിക്ക് ഒറ്റപ്പം വഴിപാട് കഴിക്കുക, അല്ലെങ്കിൽ അപ്പം നിവേദിക്കുക, അല്ലെങ്കിൽ രണ്ടും കുറച്ച് മലരെങ്കിലും നേദിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ തീർച്ചയായും എല്ലാ നല്ല ഫലങ്ങളും മേടൻ രാശിക്കാർക്ക് ഈ മൈത്രേയ മുഹൂർത്ത ദിവസം, ഈ 3-ാം തീയതി അശ്വതി നാളിൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ ഇടയാകട്ടെ. വൃശ്ചിക രാശിക്കാർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ രീതിയിൽ, അതായത് എല്ലാം നടക്കുമെന്നല്ല, ഒരു 3/4 ഭാഗം കാര്യങ്ങളും നടത്തുവാനുള്ള ഒരു അവസരം വന്നു ചേരും. ആരോഗ്യസ്ഥിതി അല്പം സ്വല്പം മെച്ചപ്പെടും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ചെറിയ യോഗങ്ങൾ ഉണ്ടാവും. കർമ്മരംഗത്ത് ചെറിയ രീതിയിലുള്ള അഭിവൃദ്ധി ഉണ്ടാവും. ഗവൺമെന്റ് ജീവനക്കാർക്ക് പ്രൊമോഷന്റെ ഒക്കെ ലിസ്റ്റിൽ പെടുവാനൊക്കെയുള്ള ഒരു യോഗം കാണുന്നുണ്ട്. അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ ചെലുത്തും. സന്താനങ്ങൾക്കൊക്കെ കുറച്ച് സന്തോഷം വരുന്ന ദിവസമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാട് കഴിക്കുന്നതും ശിവങ്കൽ ജലധാര നടത്തുന്നതും അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ദേവി മാഹാത്മ്യത്തിലെ നാരായണി സ്തുതി ജപിക്കുന്നതും വളരെ ഗുണഫലങ്ങൾ ചെയ്യും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ജീവിതത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. ഇണയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന് അതൊരു ദിവസം മുഴുവൻ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത് കൊണ്ട് വളരെ തന്മയത്വത്തോടുകൂടി പെരുമാറണം. ആരെങ്കിലും ഒരാൾ ക്ഷമാശീലം പ്രകടിപ്പിച്ചേ മതിയാവൂ. ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ച് എല്ലാ തടസ്സങ്ങളും മാറ്റിത്തരാൻ പറയണം. അതുപോലെ ദുർഗാദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും. കാര്യതടസ്സങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് ജോലിഭാരം അല്പം കൂടുതലാകും. അവരാഗ്രഹിക്കുന്ന സ്ഥലത്തിലേക്ക് ജോലി കിട്ടുകയും ഉള്ള ജോലിയിൽ തന്നെ ഇത്തിരി ഭാരം കൂടുതൽ വരാം. കാരണം വർക്ക് ലോഡോടുകൂടി ജോലി ലഭിക്കാനാണ് സാധ്യത. അപ്പം അതുകൊണ്ട് തന്നെ ജോലി സ്വീകരിക്കണമോ എന്നൊരു ചെറിയ ടെൻഷനൊക്കെ വരും. എന്നിരുന്നാലും ജോലി സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഗൃഹോപകരണം വാങ്ങാനുള്ള യോഗം കാണുന്നുണ്ട്. അപ്പോൾ രാശിനാഥനായ ശിവഭഗവാനെയും ഗണപതി ഭഗവാനെയും രാശിനാഥനായ ശ്രീകൃഷ്ണ ഭഗവാനെയും അതുപോലെ തന്നെ മൂകാംബിക ദേവിയെയും പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. ശ്രീരാമസ്വാമിക്ക്, അതായത് ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രീരാമസ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകും. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കർമ്മരംഗത്ത് ചില നന്മകൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കും. മേലധികാരികളിൽ നിന്നും നല്ല അഭിപ്രായങ്ങളൊക്കെ കേൾക്കുവാൻ ഇടവരും. അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ചെറിയ വീഴ്ചയൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദുർഗാദേവി എപ്പോഴും പ്രാർത്ഥിക്കും. ദുർഗാദേവി ശരണമഹം പ്രപദ്യേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നത്, വെള്ളമുത്ത് ധരിക്കുന്നത്, വെള്ള വസ്ത്രം ധരിക്കുന്നതൊക്കെ ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കുന്നതിന് സഹായിക്കും. ധനകാര്യ മേഖലയിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു അപ്പോയിൻമെന്റ് ഓർഡറൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ശ്രീസൂക്ത പുഷ്പാഞ്ജലിയോ ദേവി അമ്മ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്താർച്ചനയോ കഴിക്കുന്നത്
ചെയ്യുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകമാകും. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗാരിഷ്ടതകളൊക്കെ മാറി നല്ല കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരും. കാര്യങ്ങളുടെ തടസ്സങ്ങളൊക്കെ ഒന്ന് ചെറിയൊരു രീതിയിൽ മാറിക്കിട്ടും. ബന്ധുജനങ്ങളുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ പറഞ്ഞു തീർക്കാനുള്ളൊരു അവസരം വന്നു ചേരും. വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്രണയിതാക്കൾക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്ന ദിവസമാണ്. വിദേശത്തു നിന്നും എന്തെങ്കിലും നല്ല അറിയിപ്പുകളൊക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. അല്പം പണം കൂടി കിട്ടുവാനുള്ളൊരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഗണപതിക്ക് ഏത്തമിടുന്നതും എല്ലാവിധ സൽഫലങ്ങളും നൽകുന്നതാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് അല്പസ്വല്പം പുരോഗതിയൊക്കെ പ്രതീക്ഷിക്കാം. മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കുചേരും. കുടുംബജീവിതത്തിൽ വളരെ കാലമായിട്ട് ഒരു ഒത്തൊരുമയില്ലാതിരുന്നത് ഒരു കുടുംബയോഗമൊക്കെ കൂടി അതിൻ്റെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ എല്ലാവരിലും കാണും. അതുപോലെ തന്നെ സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ആവശ്യങ്ങളൊക്കെ പരിഗണിക്കുന്നതിനുള്ള ഒരു രൂപരേഖ തയ്യാറാക്കാനൊക്കെയുള്ള ഒരു അവസരം വന്നു ചേരും. എന്തെങ്കിലും മേലധികാരികളിൽ നിന്നും അനുയോജ്യമായ ഒരു പെരുമാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. മനസ്സിന് സന്തോഷം, വാഹന ലാഭമൊക്കെ വന്നു ചേരുന്ന ദിവസമാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഗണപതിക്ക് ഏത്തമിടുക. അതുപോലെ തന്നെ അന്നപൂർണേശ്വരി ദേവിയെ കൂടി പ്രാർത്ഥിച്ച് അന്നം ദാനം ചെയ്യുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം യാത്രയ്ക്ക് എന്തെങ്കിലും യാത്ര പോകാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ യാത്രയ്ക്ക് ക്ലേശം വരികയോ യാത്ര മുടങ്ങുകയോ ചെയ്യാം. ശത്രുക്കളുമായിട്ട് എന്തെങ്കിലും ഇടപെടലുകൾ മൂലം വാക്തർക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സഹപ്രവർത്തകരായിട്ടും അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുണ്യസ്ഥല സന്ദർശനത്തിന് താല്പര്യമുണ്ടെങ്കിലും അത് നടന്നു കിട്ടുവാൻ പ്രയാസം വരും. ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൂർവിക സ്വത്തിന്റെ കാര്യത്തിൽ ഏകദേശം ഒരു അനുകൂല തീരുമാനമുണ്ടാകും. നല്ല സ്ഥാനലബ്ധിയും വസ്ത്രലാഭവും ഒക്കെ കിട്ടുവാനുള്ള യോഗമുണ്ട്. ആരുടെയെങ്കിലും ഒക്കെ മേലധികാരികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് മേലുദ്യോഗസ്ഥന്മാരിൽ നിന്ന് മാത്രമല്ല, കർമ്മരംഗത്ത് ഉയർന്ന പദവിയിലിരിക്കുന്നവരിൽ നിന്നും നമുക്ക് അംഗീകാരമോ പ്രോത്സാഹനമോ ഇതര സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പോലും നമ്മുടെ പ്രവർത്തനങ്ങളെ അംഗീകരിച്ച് അനുമോദനങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം വന്നു ചേരും. അതുകൊണ്ട് തന്നെ ഈ തിങ്കളാഴ്ച ദിവസം മനസ്സറിഞ്ഞ് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ സൗഭാഗ്യങ്ങളും അനുകൂലത്തിൽ വന്നു ചേരും. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നില മെച്ചപ്പെടുന്ന ദിവസമാണ്. കുടുംബകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. വസ്തു സംബന്ധമായ ക്രയവിക്രയങ്ങൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അനുകൂലമായ സാഹചര്യം വന്നു ചേരും. കൂടുതൽ ഗുണഫലങ്ങൾ വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസമൊക്കെ നിവേദിച്ച് മഹാവിഷ്ണുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സമസ്ത ശനിദോഷങ്ങളും മാറിക്കിട്ടും. ചന്ദ്രന് നീചരാശിയിലുള്ളതുകൊണ്ട് ഇവർക്ക് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും സോമവാര വ്രതം എടുത്ത് വിവാഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. കുടുംബജീവിതത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുന്നതിനൊക്കെ ഈ തിങ്കളാഴ്ച ദിവസം പ്രാർത്ഥിക്കുകയും ഗ്രഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ കാര്യങ്ങളോ ഒക്കെ അമ്മയോട് അപേക്ഷിച്ചാൽ തീർച്ചയായും ഗണപതി ഭഗവാനും പരദേവതയും അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമിയും കൂടി കാര്യങ്ങൾ നടത്തിത്തരും. വെളുത്ത വസ്ത്രം ധരിക്കുന്നത്, മുത്ത് ധരിക്കുന്നതൊക്കെ ഇവർക്ക് ഒരുപാട് നന്മകൾ നൽകുന്ന ദിവസമാണ്. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് ചെറിയ ചെറിയ അസ്വാസ്ഥ്യത ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ വളരെ നിയന്ത്രിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. മനക്ലേശത്തിന് ഇടവരുമ്പോൾ നാരായണ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ബന്ധുകലഹമൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അനാവശ്യ സംഭാഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കണം. പരീക്ഷകളിലൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പഠനം നടത്തണം. ഭൂമി വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഒരു മാർഗം തെളിഞ്ഞു കിട്ടും. മൈത്രേയ മുഹൂർത്ത സമയത്ത് കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കാൻ മറക്കരുത്. അതിനായി തൊട്ടും നോട്ടും എടുത്തു വയ്ക്കാനും പ്രാർത്ഥനകൾ നടത്താനും മറക്കരുത്. അനുകൂലമായ സാഹചര്യം വരുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. പിന്നെ രോഗങ്ങൾക്കൊക്കെ ഒരു ശമനം വരികയാണ്. രോഗം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നു ചേരും. ശ്രീകൃഷ്ണ ഭഗവാന് പാൽപ്പായസം വഴിപാട് കഴിക്കുന്നതും ഗണപതി ഭഗവാന് അപ്പം
അപ്പം വഴിപാട് കഴിക്കുന്നത് അല്ലെങ്കിൽ മോദകം വഴിപാട് കഴിക്കുന്നതൊക്കെ വളരെ വളരെ ഗുണഫലങ്ങൾ നൽകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്തെ ചുമതലകളാണെങ്കിൽ വർദ്ധിക്കും. വളർത്ത് ജീവികളിൽ നിന്നും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഒഴിവാകുന്നതിന് വേണ്ടി മൈത്രേയ മുഹൂർത്ത സമയത്ത് പ്രത്യേക പ്രാർത്ഥന നടത്തുന്നത് നല്ലതാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, കുടുംബ പരദേവതയ്ക്ക് നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക, വെളുത്ത വസ്ത്രം ധരിക്കുക. അതുപോലെ തന്നെ ഗണപതിക്ക് ഏത്തമിടുന്നത്, ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നതൊക്കെ സർവ്വദോഷങ്ങളും മാറി അനുകൂല സാഹചര്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാകും. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. വിദ്യാർത്ഥികൾക്ക് തൊഴിൽ അവസരങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. സാമ്പത്തിക നില മെച്ചപ്പെടുന്ന ദിവസമാണ്. കർമ്മരംഗത്ത് അല്പം പുരോഗതി വരും. അപ്പോൾ രാശിനാഥനായ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് പോലെ, വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് പോലെ ശ്രീരാമസ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. ഗണപതിക്ക് ഏത്തമിടുക, അതുപോലെ തന്നെ മോദകം വഴിപാട് കഴിക്കുന്നത്, കുടുംബപരദേവതാ ക്ഷേത്രത്തിൽ ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്യും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സകല കാര്യങ്ങളിലുമുള്ള തടസ്സങ്ങൾ അല്പസ്വല്പം മാറിക്കിട്ടും. അതുപോലെ തന്നെ കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ വന്നു ചേരും. മാതൃബന്ധുക്കളുടെ കലശാനുഭവങ്ങളൊക്കെ കുറയും. ശത്രുപീഡകളൊക്കെ മാറിക്കിട്ടും. കാര്യനിർവഹണ ശേഷി വർദ്ധിക്കും. ജീവിത സുഖം വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ചെയ്യും. ദോഷപരിഹാരമായിട്ട് എന്തെങ്കിലുമൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അത് മാറുന്നതിനായി ദേവീക്ഷേത്രത്തിൽ ചുവന്ന പട്ട് സമർപ്പിക്കുന്നത്, വെളുത്ത പട്ട് സമർപ്പിക്കുന്നത്, വെള്ള താമര അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്, അതുപോലെ തന്നെ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത്, ശിവഭഗവാനും പാർവതി ദേവിക്കും ഉമാമഹേശ്വര പൂജ നടത്തുന്നത്, ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്നതൊക്കെ എല്ലാവിധ സൽഗുണങ്ങളും നൽകും. മൈത്രേയ മുഹൂർത്ത സമയത്ത് കാര്യം എഴുതി സൂക്ഷിക്കുകയും അത് നടക്കുന്നതിന് വേണ്ടി കുടുംബ പരദേവതയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. 27 നക്ഷത്രക്കാർക്കും ഈ ദിവസം, അതായത് 3/3/2025, അതായത് മാർച്ച് 3-ാം തീയതി ഏറ്റവും നല്ല ശുഭ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ അമ്മ അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മൈത്രേയ മുഹൂർത്ത സമയത്ത് കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കാനും, അതുപോലെ തന്നെ കുടുംബ പരദേവതയെയും ഗണപതി ഭഗവാനെയും സുബ്രഹ്മണ്യ സ്വാമിയെയും പ്രാർത്ഥിച്ച് കാര്യങ്ങൾ മംഗളമായി നടക്കുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ദുർഗാദേവി ശരണമഹം പ്രപദ്യേ. അമ്മേ നാരായണ.